അപ്പം ദയവ് ചെയ്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവളെ ഒന്നും പറയാതിരിക്കുക. ഒരാളെ അവരുടെ കളറോ അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യമോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ആൾ സുന്ദരിയല്ലേ? അതെ സുന്ദരിയാണ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവർക്ക് ഇനി ക്ലാസ് ഉണ്ട്, അപ്പോൾ ക്ലാസ്സിന് പോട്ടെ. അവൾ കുഴപ്പമില്ല, അതായത് നല്ലപോലെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ആയാലും അവളെ പഠിപ്പിച്ചിരിക്കും. എൻ്റെ എക്സ് വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു, പരാതി. അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും പറ്റത്തില്ല, വീഡിയോ ഒന്നും പറ്റത്തില്ല സാറേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ പറയാം. എൻ്റെ സൈഡ് കേൾക്കാനും ഒന്നും ശ്രമിക്കുന്നൊന്നുമില്ലായിരുന്നു. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല. എൻ്റെ സൈഡ് ഒന്നും കേൾക്കാനും ശ്രമിക്കുന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ നീ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ തോന്നലെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് കണ്ടോ നിശബ്ദനാക്കി. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ സയൻസിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്, ശാസ്ത്രത്തിൽ. പക്ഷേ എനിക്ക് കർമ്മയിൽ വളരെയധികം ട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം വല്ലതും ഉണ്ടോ? കർമ്മ എന്നുള്ള സംഭവത്തിൽ വിശ്വാസമുണ്ടോ? എനിക്ക് ഭയങ്കര ഏതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് പറയുന്ന കാര്യം, ഇതിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ തലച്ചോറിന് ഞാൻ വിട്ടുതരുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് അതൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെയും സെയിം അവസ്ഥയിൽ പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ കരുണ, സ്നേഹം, ദയ, മനുഷ്യത്വം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പലതും നമ്മൾ ചെയ്തിട്ട് അവസാനം നമ്മളൊരു വെറും പട്ടിയെപ്പോലെ ഇറങ്ങിപ്പോവേണ്ടതും അല്ലെങ്കിൽ പട്ടിയെപ്പോലെ നടതള്ളപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും. പലയിടത്തു നിന്നും, മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നൊക്കെ നടതള്ളപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായേക്കാം. സോ അങ്ങനെ വരുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനമായേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആദ്യം ഈ വീഡിയോയുടെ എന്ത് കാര്യത്തിൽ തുടക്കമുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു സത്യമുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കാണാം. ഒരു ഡിവോഴ്സ് കൂടെ നടന്നിരിക്കുന്നു. ഒരു കുടുംബജീവിതം തകർന്നതിനെ സന്തോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സന്തോഷിക്കുന്നു വെച്ചാൽ അത് തകർന്നതിനല്ല, അത് രണ്ടായി മാറി, രണ്ട് വ്യക്തികളായിട്ട് മാറി, രണ്ട് ജീവിതങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കാരണം കൊണ്ടാണ്. എന്നാൽ ഇവിടെ നഷ്ടമാർക്ക്, വേദനയാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ്. കാണാം. അപ്പം ദയവ് ചെയ്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവളെ ഒന്നും പറയാതിരിക്കുക. ഒരാളെ അവരുടെ കളറോ അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യമോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ആൾ സുന്ദരിയല്ലേ? അതെ സുന്ദരിയാണ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവർക്ക് ഇനി ക്ലാസ് ഉണ്ട്, അപ്പോൾ ക്ലാസ്സിന് പോട്ടെ. അവൾ കുഴപ്പമില്ല, അതായത് നല്ലപോലെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ആയാലും അവളെ പഠിപ്പിച്ചിരിക്കും. സോ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അഭിമാനി നിമിഷം ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എക്സുമായിട്ട് എക്സിനെ പഠിപ്പിക്കുന്നു. മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള അപമാനങ്ങൾ, സമൂഹത്തിൽ നിന്നും പരിഹാസങ്ങൾ ഒക്കെ നടന്ന സമയത്തും ഫ്രണ്ടിൽ ഭീഷ്മ പിതാമഹനെ പോലെ നമ്മുടെ ഈ അമ്പുകളെല്ലാം എൻ്റെ നെഞ്ചിലേക്ക് എഴുതോളൂ, എന്നാലും അവളെ തൊട്ടു പോകരുതെന്ന് പറയുന്ന ഒരു വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിരുന്നു അദ്ദേഹം. സോ ഒടുവിൽ ഇന്ന് ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരം ആ കുട്ടിയും ഇദ്ദേഹവും രണ്ടുപേരും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത് എനിക്ക് ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നല്ലത് തന്നെയാണ്. എന്താണ് ഒരുമിച്ച് തുടരാൻ കഴിയുന്നില്ല എങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും അവിടെ നിന്ന് പിന്തിരിഞ്ഞ് മാറുക. ഞാനിപ്പോഴും പറയുന്നു, പല ആൾക്കാരും ഭയങ്കര കൈൻഡ്നെസ് ഉള്ളവരായിരിക്കും. കരുണ, വളരെയധികം ദയ, സഹാനുഭൂതി, മനുഷ്യസ്നേഹം ഒക്കെ ഉണ്ടാവും. ഞാൻ നിങ്ങളോടൊരു കാര്യം ഉറപ്പിച്ച് പറയാം. നിങ്ങളുടെ കാര്യം നോക്കാതെ നിങ്ങൾക്കൊരു 100 രൂപ കിട്ടുന്നു, ആ 100 രൂപയും കൊണ്ട് മറ്റുള്ള സഹായിക്കുന്നുള്ള നല്ല മനസ്സൊക്കെ തന്നെയാണ്. പക്ഷേ ആ 100 രൂപയിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ മാറ്റിവെക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു മണ്ടിയാണെന്ന് ഞാൻ പറയും. അങ്ങനെ ചെയ്തവരെല്ലാം പിൽക്കാലത്ത് ഏറ്റവും വലിയ ദരിദ്രരാകും. നിങ്ങളെ തന്നെ ഒരു ദരിദ്രനാക്കുകയോ നിങ്ങളെ തന്നെ സമൂഹത്തിൽ ഒരു ബാധ്യതയാക്കുന്നതിൻ്റെ ഒരു പരിപാടിയും കൂടിയാണ്. അതുകൊണ്ട് ഭയങ്കര കരുണയൊന്നും ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ആവശ്യമൊന്നുമില്ല. കാരണം ആരും അങ്ങനെയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ, ഞാൻ ഇതുപോലെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ജയിലിലാണെന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്ന അവ എവിടെയാണ്, ജയിലിലാണോ, എന്താ വീഡിയോ റിമൂവ് ആക്കിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ആൻസറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചേർത്തേക്കുന്നത്. ആദ്യം എനിക്ക് നിങ്ങളുടെ അടുത്താണ് നന്ദി പറയാനുള്ളത്. നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരു രക്ഷയില്ലായിരുന്നു. വീഡിയോയുടെ വ്യൂസിന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്, നിങ്ങൾ എനിക്ക് തന്ന മെന്റലി ഉള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ മെസ്സേജിലൂടെ ആണെങ്കിലും കമന്റുകളിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരുന്നു ഞാൻ പോയത്. അതിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ നന്ദി പറയാനുള്ളത്. അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും, അതുപോലെ എൻ്റെ ഫാമിലി, എൻ്റെ കൂട്ടുകാർ, ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കാണത്തില്ലായിരുന്നു. ഇവരൊക്കെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഫുൾ സപ്പോർട്ട്, അതായത് എന്നെ ഫുൾ ടൈം എൻ്റെ കൂടെ എന്നെ ഒരു എന്നെ എന്താ പറയുക, ഒരു കുഞ്ഞിനെ പോലെ എല്ലാവരും നോക്കിയിട്ടുള്ളത്. ഞാൻ എന്തോ ലക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ മനസ്സിലായി. എന്നോട് ഞാനൊരു കാര്യം പറയാം. ഒരു തവണ മാത്രമാണ് ഞാൻ അബിയോട് സംസാരിച്ചത്. ഇപ്പോഴൊന്നല്ല, വളരെ ഭയങ്കര ട്രെൻഡിങ് പീക്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ബൈക്കിൽ ഡിയോയിലൊക്കെ പോയി നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആരാധന തോന്നി ഈ പയ്യനോട്. സീരിയസ്ലി, സത്യം പറയാമല്ലോ. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു അന്ന് അബിയോട് സംസാരിച്ചത്. അന്ന് നിന്നതിൻ്റെ ഇരട്ടി നീ വളരാൻ തുടങ്ങാൻ പോവുക. നീ വളരും, ഉറപ്പിച്ചോ, നീ വളരും. നിന്റെ തടശ്ശില അടിച്ചു കളഞ്ഞിട്ട് എന്ന് വെച്ചാൽ നിന്റെ ലൈഫിൽ നിന്നും നിനക്ക് വരാൻ ഇനി ഒന്നുമില്ല.
അതുകൊണ്ട് ഇനി നിനക്ക് തുടങ്ങാനുള്ള എളുപ്പം, കാരണം നിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ഉരുക്ക് കൊണ്ടുണ്ടാക്കിയില്ലേ ഫൗണ്ടേഷൻ്റെ പുറത്താണ് ഇനി നിൻ്റെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നിനക്ക് അതിൻ്റെ പുറത്ത് ഈ നമ്മുടെ ബുർജ് ഖലീഫയെക്കാട്ടിലും വളരെ വലിയ സ്വപ്നങ്ങൾ അവിടെ വയ്ക്കാൻ പറ്റും, അതിനെക്കാട്ടിലും ഉയർന്ന് പറക്കാനും വേണ്ടിയിട്ട് പറ്റും. സോ അതുകൊണ്ട് പറക്കാൻ തയ്യാറാവുക, ടേക്ക് ഓഫിന് തയ്യാറാവുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഡിവോഴ്സ് നടന്നു, അവരുടെ ഡിവോഴ്സൊക്കെ നടന്നു. അദ്ദേഹത്തിന് പക്ഷേ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പാവത്തിനോട് ഇത്രയൊക്കെ വേണമായിരുന്നുള്ളൊരു ചോദ്യമുണ്ട്, കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഈ സൂയിസൈഡ് ഒക്കെ നടക്കുന്നത്? ഇപ്പൊ നമ്മളുടെ അടുത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ വരുമ്പോഴൊക്കെയാണ് കൂടുതൽ ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷമാണ്, ഞാൻ നല്ല ഹാപ്പിയാണ്. ഒരു എൻഡ് വന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഇവിടെ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ റിമൂവ് ആക്കിയെന്നുള്ളത്. വളരെ ചുരുക്കി ഞാൻ പറയാം. ഞാൻ വീഡിയോ ഇട്ടതിനെ തുടർന്ന് എൻ്റെ എക്സ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ, അതായത് പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല, പോലീസ് സ്റ്റേഷനിൽ കോൾ വന്ന അമ്മയ്ക്കാണ്. അമ്മയുടെ അടുത്ത് പറഞ്ഞത് അന്വേഷണം കൊണ്ട് നാളെ 10 മണിക്ക് സർക്കിളിനെ കാണണമെന്നാണ് പറഞ്ഞത്. ഞാൻ വളരെ സാധാരണക്കാരനാണല്ലോ, നമുക്ക് ഇങ്ങനെ വിളിച്ച് പറയാനല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആളൊന്നും ഇല്ല കേട്ടോ, മുകളിലോട്ടൊന്നും അങ്ങനെ ആളൊന്നും ഇല്ല. ഞാൻ എന്താ പറയാ, ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മുകളിലോട്ടൊന്നും വലിയ ആളൊന്നും ഇല്ല എന്ന് പുള്ളി പറയുമ്പോൾ ആ പുള്ളിക്കാരനെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച് ആ പുള്ളിയെ വിളിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന പരിപാടിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങേ സൈഡിൽ നിന്ന് നാട്ടിലേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളുടെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേ തലക്കിൽ നിന്നും ഇതുവരെ ഒരു മറുപടി വന്നിട്ടില്ല. മേ ബി വരുമായിരിക്കാം, നോക്കാം. യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതേ എനിക്ക് അല്ലാതെ വേറെ ആരോട്ട് അങ്ങനെ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് പേടിയായിരുന്നു കേട്ടോ എന്നെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഭാഗത്ത് എന്താ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടാണ് സ്റ്റേഷനിൽ പോയി 10 മണിക്ക്. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സർക്കിളിനെ കാണാനാണ് പറഞ്ഞത്. പക്ഷേ അന്ന് സർക്കിൾ ലീവായിരുന്നു. അപ്പോൾ വേറൊരു ഓഫീസറായിരുന്നു അവിടെ ഇരുന്നത്. എൻ്റെ എക്സ് വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു, പരാതിയിൽ. അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും പറ്റത്തില്ല, വീഡിയോ ഒന്നും പറ്റത്തില്ല സാറേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ പറയാം. എൻ്റെ സൈഡ് കേൾക്കാനും ഒന്നും ശ്രമിക്കുന്നൊന്നുമില്ലായിരുന്നു. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല കേട്ടോ, എൻ്റെ സൈഡ് ഒന്നും കേൾക്കാനും ശ്രമിക്കുന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ നീ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ തോന്നലെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് ഉണ്ടോ നിശബ്ദനാക്കി. അതായത് പുള്ളിക്കാരനെ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല, പുള്ളിക്ക് പറയാനുള്ളതൊന്നും അവർ കേട്ടിട്ടുമില്ല. പുള്ളിക്കാരൻ സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നീ ഒന്നും മിണ്ടണ്ടെന്നൊക്കെ പറഞ്ഞാ മാറില്ലടാ എന്നുള്ള ആ ഒരു പരിപാടി, ആ തെട്ടുപുരം അതെല്ലാം കാണിച്ച് ഈ പാവം പയ്യനോട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി വരട്ടെ കേട്ടോ, ഇങ്ങനെ ചെയ്യിപ്പിച്ചവരും ചെയ്തവരൊക്കെ നന്നായിട്ട് വരട്ടെ, നന്നായി വരും. ഓക്കെ, എൻ്റെതായിട്ടുള്ള ശരിയുണ്ട്. അപ്പോൾ ഞാൻ ആരും പേടിക്കേണ്ട, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. പോലീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചു. അവരാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അതായത് വെറുതെ അങ്ങനെ സൈൻ ചെയ്യുന്നത്, ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ അത് പറ്റത്തില്ല, നമുക്ക് വക്കീലിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ അടുത്ത് വക്കീലിനെ കണ്ടായിരുന്നു. സൈനൊക്കെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട, അത് വക്കീൽ മുഖാന്തരം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ സാറിന് സാർ ഇതുപോലെ സൈൻ ഇടാൻ പറ്റത്തില്ല, എൻ്റെ അടുത്ത് വക്കീൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദേഷ്യമായെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഭയങ്കര റൈസായിട്ട് സംസാരിച്ചു. ഞാൻ എന്നാ പറഞ്ഞു സാർ കേസ് ആക്കിയോ FIR ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ പിടിച്ച് സെല്ലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കേട്ടോ സാർ. അമ്മ എൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടിയായി പോയി. അമ്മ കരയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഉപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അമ്മയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്കൊക്കെ സങ്കടം ആയതുകൊണ്ട് ഞാൻ ഉണ്ടോ എന്തൊക്കെ ഡ്രാമാറ്റിക് മൊമെന്റ്സ് എന്നറിയാമോ? പുള്ളിക്കാരനെ ജയിലിലേക്ക് മറ്റേ സെല്ലിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ശ്രമിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഇൻഫ്ലുവൻസ് എല്ലാം ഉപയോഗിച്ച് ആളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ പയ്യൻ്റെ കോലം കണ്ടോ? ഇവരെങ്ങനെ ഇതെന്നറിയാമോ? നല്ല കട്ടയായിരുന്ന പയ്യനാണ്, നല്ല അത്യാവശ്യം നല്ല കാണാൻ ഭയങ്കര സ്മാർട്ടായിട്ടിരുന്ന പയ്യനാണ്. ഉണങ്ങി വല്ലാത്ത രീതി മെലിഞ്ഞ്, നമ്മുടെ നാട്ടിൽ ഉണങ്ങി എന്ന് പറയും കേട്ടോ, ഈ മെലിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. പോലീസ് കോടതി കേസ് അങ്ങനെ എല്ലാത്തിനും ഒരു തീരുമാനമായി ഡിവോഴ്സ് എന്നാണ് ഈ വീഡിയോയുടെ പേര്, വീഡിയോയിൽ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ. എന്തല്ലേ എല്ലാവരും കൊള്ളാം. സൈൻ ചെയ്ത് കൊടുത്തു. ഇതുപോലെ വീഡിയോ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുത്തു. എൻ്റെ അടുത്ത് അപ്പം പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു ഇതുപോലെ എൻ്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു സാർ അത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞ വീഡിയോ ആണ്, അതിന് ഡിലീറ്റ് ചെയ്തില്ലേ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചാൽ അത് വലിയ പ്രശ്നമാകില്ലെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാനും അമ്മയും കൂടെ തിരിച്ച് വീട്ടിൽ വന്നിരുന്നേ. വീട്ടിൽ വന്നിട്ട് എൻ്റെ പിറ്റേ ദിവസം എനിക്കൊന്ന് SP ഓഫീസിൽ നിന്ന് കോൾ വന്നു, ഇതുപോലെ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. SP ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനോട് മെസ്സേജ് വന്നു. അവർ അവിടെ നിന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ വീഡിയോ റിമൂവ് ആക്കണം, അല്ലെങ്കിൽ എൻ്റെ പേരിൽ വാറന്റ് ആവുക, കേസ് ആവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്കും ഞാൻ പറഞ്ഞു പിന്നെ വീഡിയോ, അപ്പോൾ അമ്മ പറഞ്ഞു അതങ്ങ് കളഞ്ഞു, അതുകൂടെ കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ ഞാനത് റിമൂവ് ആക്കുന്നത്. നമുക്കൊരു ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിൽ വീഡിയോ ഇട്ടാൽ വീഡിയോ കടന്നു കഴിഞ്ഞാൽ വാറണ്ട് വരും എന്നുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ എക്സ് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്തു. കാരണം പുള്ളിയുടെ സേഫായിട്ട് പുള്ളിയുടെ ലൈഫ് നോക്കേണ്ട കാര്യം കൂടെയുണ്ട്, പുള്ളിക്ക് ഇനി മുന്നോട്ട് പോകേണ്ടത് കൂടെയാണ്. അല്ലാതെ നിരന്തരം കേസ് കോടതി, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് ചില ആൾക്കാരെങ്കിലും നിയമത്തിനെ ദുരുപയോഗം ചെയ്യുന്നത് നമുക്കറിയാം. കാരണം അവർക്ക് കിട്ടുന്ന ചില പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ മറ്റു ചില ആൾക്കാർ ദുരുദ്ദേശപരമായ രീതിയിൽ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പയ്യൻ്റെ വീഡിയോ അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ ഡിഫമേഷനായി, പുള്ളിയുടെ പേരിൽ വേറെ ക്രിമിനൽ കേസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്ക് പോയി? പുള്ളിക്ക് തന്നെ പോയി. സോ അതുകൊണ്ട് ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ഞാൻ അതിന് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, നല്ല കാര്യം തന്നെ. എന്തായാലും അങ്ങേ തലക്കിലുള്ള ആൾക്കാർക്ക് അത് സന്തോഷമാവട്ടെ. ഒരുപാട് പൈസ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സൊന്നും ശരിയല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഇതൊക്കെ മൂവ് ആണെന്ന് നോക്കും, ഞാൻ എല്ലാം ശ്രമിക്കും കേട്ടോ. പക്ഷേ ഞാൻ ശ്രമിക്കാനിട്ടല്ല, ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ
കുടുങ്ങിയ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണാതെ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം ഇല്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഡിവോഴ്സിന് വേണ്ടി ഞാൻ കുറേ തവണ എൻ്റെ എക്സ് വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അത് എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ മെസ്സേജ് അയക്കും. അപ്പം നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഏറ്റവും അവസാനം എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഞാൻ അധികം അങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കുന്നില്ല, ബിയർ മാത്രം കുടിക്കും. അത് എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടി മനസ്സിന് സന്തോഷമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ കുടിക്കുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ കുടിക്കത്തൊന്നുമില്ലായിരുന്നു. ഈ ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് രാത്രിയിലൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇച്ചിരി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ ഒക്കെ ഇരിക്കും, അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയി പോയി. എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ പിന്നെ ഫുഡൊന്നും കഴിക്കുന്നില്ല. എൻ്റെ ബോഡി ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ ജീവിക്കുന്നു അത്രേ ഉള്ളായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല, ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ബിയർ കുടിക്കുമായിരുന്നു. എൻ്റെ ബോധം പോകുന്നവരെ കുടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുടിച്ച് ഒരു അഡിക്റ്റഡ് ആയി പോയത് പോലെയായിരുന്നു കേട്ടോ. കുറേ നാൾ എനിക്ക് തന്നെ ഒന്ന് ലാസ്റ്റ് മടുപ്പായി. ഇതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം, അതായത് എനിക്ക് ഇതിൽ നിന്ന് ഒരു എൻഡ് വേണം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് എൻ്റെ എക്സ് വൈഫ് നാട്ടിൽ വന്നത്. ഇപ്പോൾ ഡിവോഴ്സ് ആയി. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കുറേ നാളായിട്ട് ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടില്ല. ഞാൻ അത് നിർത്തിയതാണ്. എന്നെ കൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഒരു സിറ്റുവേഷൻ ഒക്കെ എത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചാണ്, എന്നെ കൊണ്ട് അത് പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഡിവോഴ്സ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് എനിക്ക് ഓക്കെ ആയി. നവരാത്രി വ്രതം ഉണ്ടായിരുന്നില്ല, നവരാത്രി വ്രതത്തിന് ഞാൻ അമ്മ എൻ്റെ പറഞ്ഞു അമ്മയുടെ കൂടെ വ്രതം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ വ്രതം എടുത്തു. കറക്റ്റ് മാംസം ഒന്നും കഴിക്കാതെ, ഇതുപോലെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാതെ 9 ദിവസം ഞാൻ കറക്റ്റായിട്ട് വ്രതം എടുത്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ഇത് തന്നെ തുറന്നുകൊണ്ടേയിരുന്നു. പിന്നെ എനിക്ക് നന്ദി പറയേണ്ട കുറേ ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ, നീ നന്നാവും, മനസ്സ് നിറഞ്ഞ് പറയുക, സീരിയസ്ലി നന്നാവും. ആ വീഡിയോ ഒന്ന് കാണണം നിങ്ങളെല്ലാവരും. അവി വ്ളോഗ്സിൽ പോലീസ് കോടതി കേസ് എന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള പെൺകുട്ടി, അത് സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഈ ഇവിടെ ഇപ്പം നമുക്ക് തുടക്കത്തിൽ ഞാൻ കാണിച്ചത് അദ്ദേഹത്തിൻ്റെ മുൻകാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ഈ കൂടൊരുക്കി ഇണക്കിളിയെ കൊണ്ടുവന്ന് അങ്ങനെ ജീവിക്കുന്നൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. അതിനുശേഷം പറന്നു പോകുന്ന രീതിയിലേക്ക് രണ്ടുപേരും വന്നു. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് അതിൻ്റെ പെയിനും വേദനയും കാരണം പുള്ളി ഉറക്കം പോലും ഇല്ലാതെ പിന്നെ മദ്യത്തിൻ്റെ അടിമയൊക്കെ ആയി ഒക്കെ മാറി. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഒരു കാലത്ത് നല്ല രീതിയിൽ ഫിനാൻഷ്യലായിട്ടുള്ള പല പ്രശ്നങ്ങൾ വന്ന സമയത്ത്, കാരണം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വരുമല്ലോ, അങ്ങനെയൊക്കെ വന്ന് തകർന്ന് തരിപ്പണമായി അതിൻ്റെ ഡെഡ് എൻഡ് എന്നുള്ള സ്ഥലത്തേക്കൊക്കെ പോയ സമയത്ത് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് കൂടെ കടന്നുപോയ ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഞാനും കടന്നു പോയിട്ടുണ്ട്. ബട്ട് ആ സാധനം ഏറ്റവും നമ്മൾ ഡെഡ് എൻഡിൽ പോയിട്ട് പിന്നെ ചത്തിരുന്നാലും അതിനെക്കാട്ടിലും വലിയ പ്രശ്നമാണ്, അപകടമാണ് ഈ പറഞ്ഞ മദ്യം. ഒരിക്കലും എന്ത് തന്നെ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് കടന്നു വന്നിരുന്നാലും തുടരരുത്. ആ സാധനം പിന്നീട് വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ തന്നെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ഒഴിവാക്കി. എനിക്കിപ്പം അത് ഒഴിവായപ്പോഴാണ് സത്യം പറഞ്ഞ ലൈഫ് മാറിയത്. അല്ലാതെ മദ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. അതിൻ്റെ ഒരു അഡിക്ഷൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ പുറകെ പൊക്കോണ്ടിരിക്കും. മദ്യം ഒരിക്കലും ഒരു സൊല്യൂഷനല്ല. മദ്യം സൊല്യൂഷൻ ആവുന്നത് നമ്മുടെ ബോധമില്ലായ്മയിൽ നമ്മൾ ഒളിച്ചോടുമ്പോൾ മാത്രമാണ്. അതൊരു സൊല്യൂഷനല്ല. നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ദോഷം കുറേ ഏറെ ഉണ്ടാകും. അന്നൊക്കെ ഈ രാത്രി കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ തലേ ദിവസം എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളത് അടുത്ത ദിവസം രാവിലെയാണ് ഓരോരുത്തർ പറയുമ്പോഴാണ് അറിയുന്നത്. കാരണം അമ്മാതിരി ആയിരുന്നു അത്. ആ ഒരു ലൈഫിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഏതൊക്കെ ലൈഫിൽ കൂടെ കടന്നു പറ്റും അതൊക്കെ അതിൻ്റെ എക്സ്ട്രീം ലെവലിലൊക്കെ പോയിട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ വിരഹം കൊണ്ടോ പ്രണയത്തിൻ്റെ ബ്രേക്കപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഡിവോഴ്സിൽ നിന്നോ മറ്റെന്ത് സാഹചര്യം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ മദ്യത്തിനെ ആശ്രയിക്കരുത്. മദ്യത്തിനെ ഒരിക്കലും വേറൊരാളെ കഴിക്കാൻ നിർബന്ധിക്കുകയും അരുത്, ഒരിക്കലും ചെയ്യരുത്. ഒരു മദ്യപാനിയും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നീ കഴിയിട എന്ന് പറയുന്നൊന്നുമില്ല. അവരും പറയും ഒരിക്കലും കഴിക്കരുത്, തുടരുന്നേ പറയും. ഞാൻ അതിനെ പറയുന്നത്, മുമ്പ് എങ്ങോ വച്ച് നിർത്തിയ ആ ഒരു ശീലം ഇന്ന് ഞാൻ കൈകൊണ്ട് തൊടാൻ തീരെ താല്പര്യമില്ലാത്ത, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഏറ്റവും ഒരു ചത്ത നിമിഷങ്ങളാണത്. അത് പോയതോടുകൂടി ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു, ചിന്തയിലും മാറ്റം വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഈ പയ്യൻ്റെ തിരിച്ചുവരവാണ്. ഇവരിതിൻ്റെ അവസാനത്തേക്ക് കടക്കുമ്പോൾ പറയുന്നുണ്ട്, അടുത്ത് വീണ്ടും ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സീരിയസ്ലി വളരെ നല്ലത്, മുന്നോട്ട് പോവുക. ലൈഫിൽ എല്ലാവർക്കും വീഴ്ചകൾ വരും. ഇപ്പോൾ ആ കുട്ടിയുടെ തീരുമാനത്തിൽ ആ കുട്ടിയുടെ ലൈഫ് നോക്കി അത് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. നമുക്ക് ഇനി അതിനെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തുടക്കത്തിൽ കാണിച്ചത് ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു, അതിനുശേഷം ആ സന്തോഷ നിമിഷങ്ങൾ പണഞ്ഞു. ആ പുള്ളിക്കാരൻ്റെ പോലീസിൻ്റെ സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് കാണിച്ച പരിപാടികളൊക്കെ വളരെ മോശമായെന്ന് എനിക്കിപ്പോഴും അഭിപ്രായമുണ്ട്. എങ്കിലും കഴിഞ്ഞല്ലോ, ഡിവോഴ്സ്ഡായി, അവർ രണ്ട് വഴിക്ക് പോയി. ഇനി അവരവരുടെ കാര്യങ്ങൾ നോക്കി പോട്ടെ. ഇനി എന്തൊക്കെ തരത്തിലാണെങ്കിലും ഓരോരുത്തരുടെ ഒറ്റ ജീവിതമല്ലേ, ഒറ്റ പെയ്ത്താണല്ലോ, അതങ്ങ് ജീവിച്ച് തീർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല. നിങ്ങളാണെങ്കിലും ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പുള്ളി ഇതിനകത്തല്ല, ഈ അനുഭവത്തിനൊരു ഗുണമുണ്ട്. അനുഭവം എന്നുള്ള സാധനം സെൽഫായിട്ട് ആർജിക്കാനേ പറ്റുള്ളൂ. മറ്റൊരുത്ത പറഞ്ഞ കേട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോട്ടിവേഷൻ സ്പീക്കറിന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന മോട്ടിവേഷൻ എല്ലാം നിങ്ങൾക്ക് വാരിക്കോരി തരാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതും മാത്രം നിങ്ങളുടെ ലൈഫിനകത്ത് ഒരിക്കലും അത്രയും വലിയ പ്രയോജനം ഉണ്ടാകുന്നത്. നിങ്ങൾക്കത് അനുഭവത്തിലേക്ക് വരണം.
ഈ കൈവെള്ളയിലേക്ക് ചൂടുവെള്ളം വീണ് കഴിഞ്ഞാലുള്ള പെയിൻ ഒരാൾ പുസ്തകത്തിൽ എഴുതി വെച്ച് വായിച്ചിട്ട് ആ അനുഭവം ഉണ്ടാവണമെന്നില്ല. ആനപ്പുറത്ത് കയറി നിന്ന് പുസ്തകം വായിച്ചിട്ട് ആനപ്പുറത്ത് കയറി ആ ഒരു എക്സ്പീരിയൻസ് അത് കിട്ടത്തില്ല. അനുഭവത്തിലൂടെ കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് നമ്മളെ ഇവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അത് തന്നെയാണ് നമ്മളെ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യിപ്പിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ വരണം, അത് തരണം ചെയ്യണം. ആ തരണം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഇരുമ്പിൽ നിന്ന് ഉരുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ഓരോ വീഴ്ചകളും നിങ്ങൾക്ക് തരുന്ന ശക്തി ശരിക്കും പറഞ്ഞ വിജയങ്ങൾക്ക് പോലും തരാൻ വേണ്ടി പറ്റത്തില്ല. വീഴ്ചകൾ നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നവന് ഈ ലോകത്തൊരുത്തനും തോൽപ്പിക്കാനും പറ്റത്തില്ല. സോ ഗൈസ്, എന്തായിരുന്നാലും ആ ഫാമിലി ഇനി എന്തായാലും രണ്ടായി മാറി, രണ്ടുപേരും രണ്ട് വഴിക്ക് നന്നായിട്ട് പാറി പറക്കട്ടെ. ആരെയും അവരുടെ ലൈഫായിട്ട് അങ്ങ് പോട്ടെ. നമുക്കും ഇതിനകത്ത് ഇവിടെ ഒരു സ്റ്റോപ്പ് ഇടാം. ഇതോടുകൂടി ഈ ഒരു വിഷയം ഇവിടെ കഴിയുന്നു. കണ്ടു, ഞാനത് വീഡിയോ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിനകത്ത് ഇനി തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ഗൈസ്, ബൈ.